ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ അപേക്ഷയാണ്. വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ്ലൈനാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിരവധി പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വാട്സാപ്പ് ചാനലിൽ നിന്നൊക്കെ ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു 2-3 പേര് ഇതിൻ്റെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുള്ള കാര്യം. സോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓഫ്ലൈനാണ്. ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള രേഖകളുടെ കോപ്പിയൊക്കെ വെച്ച് അയക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഫീസൊക്കെ അടച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഇറർ പറ്റിക്കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്, കാരണം നമ്മൾ പൈസ ചിലവഴിച്ചിട്ടാണ് ഇതിന് അപേക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ വാട്സപ്പ് ത്രൂ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം. സോ എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയതേ ഉള്ളൂ, കുറച്ചായതേ ഉള്ളൂ. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം, നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക. MSW കുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാസൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, അതുപോലെ തന്നെ മെസ് വെയിറ്റർ പോസ്റ്റ് ഉണ്ട്. അപേക്ഷ തുടങ്ങിയ 11 ജനുവരി 2025 24 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ബാക്കിയുള്ള ചില റീജിയനിലുള്ളവർക്ക് എക്സ്ട്രാ ഡേയ്സും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് യൂണിയൻ ടെറിട്ടറീസിനും അങ്ങനെയുള്ള കുറച്ച് മേഘാലയ, ആസാം അങ്ങോട്ടുള്ളവർക്ക്, അപ്പോൾ അവർക്കെല്ലാം എക്സ്ട്രാ ഡേയ്സ് ഇവിടെ നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 15 മാർച്ച് 2025 വരെ. ലക്ഷദ്വീപ് ഉള്ളവരാണെങ്കിലും അവർക്കും ഈ ഒരു 11 മാർച്ച് 2025 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഓരോ കാറ്റഗറിക്കുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോം എന്ന് പറയുന്നത്. അപേക്ഷാ ഫോമിൽ നിങ്ങൾ കുക്കിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ MSW കുക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി രേഖപ്പെടുത്തുക. എന്നിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ A4 സൈസ് പേപ്പറിലായിരിക്കണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഫോട്ടോ ഒട്ടിക്കുക. ഫോട്ടോ കൃത്യമായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കാണുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുള്ളതാണ്. ഇപ്പോൾ NCC ഇല്ലാത്തവരാണെങ്കിൽ NCC കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ NCC ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും NCC ഉണ്ടോ, ഇല്ലയെന്നാണെങ്കിൽ ഇല്ലയെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സെലക്ട് ചെയ്യുക. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഇത് നിങ്ങൾ അയക്കണം. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിച്ചോ, റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ബാക്കി ഓഫീസ് യൂസൊക്കെ അവർ ചെയ്യേണ്ടതാണ്, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ടു ബി ഫിൽഡ് ബൈ കാൻഡിഡേറ്റ്, ഇവിടെയുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കൊടുത്തതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇത് അയക്കേണ്ട അഡ്രസ്സ് നോക്കാം. പിന്നെ ഇതിൻ്റെ ചെറിയൊരു അപേക്ഷാ ഫീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫോർമാറ്റ് നിങ്ങളിതിൻ്റെ കൂടെ വെച്ച് അയക്കേണ്ട OBC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അപേക്ഷിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അയക്കാനായിട്ട് മറക്കേണ്ട. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം, ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ് നീഡ് നോട്ട് ടു അപ്ലൈ എന്നാണ് പറഞ്ഞത്. നോട്ട് ടു അപ്ലൈ, അവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആൻഡ് റിട്ടൺ എക്സാമിനേഷൻ, ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ ഒരു ചുരുക്ക രൂപമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സബ്മിറ്റ് ടു ഈ ഒരു അഡ്രസ്സിലേക്ക്, ഇവിടെ കാണുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഓരോരു പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റും കാര്യങ്ങളും, കുക്കിനാണെങ്കിൽ 18 to 25, അതുപോലെ തന്നെ മാസമാണെങ്കിൽ 18 to 25, എല്ലാത്തിനും 18 to 25 പറയുന്നത്. പിന്നെ 5 വർഷത്തെ റിലാക്സേഷൻ SC STക്കും 3 വർഷത്തെ റിലാക്സേഷൻ OBC വിഭാഗത്തിനും ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു പോർട്ടലിലൂടെ, ഇവിടെ ഒരു ലിങ്ക് കാണുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ, അപ്പോൾ ഈ ഒരു പോർട്ടലിലൂടെയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ PDF ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക, വീഡിയോസ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ലിങ്കൊക്കെ മാറ്റി, നമുക്കറിയാവുന്നതാണ് സൈബർ തട്ടിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ തന്നെ ആർക്കെങ്കിലും ഇതിന് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ തന്നെ ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലാണ് ഈ ഒരു ഇതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്,
ഇതിൻ്റെ ഫീസ് അടക്കേണ്ടത്. ഫീസ് 50 രൂപയാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കോപ്പി നമ്മൾ ആ ഫീസ് അടച്ചെന്ന് തെളിയിക്കുന്ന കോപ്പി ഇല്ലേ, ആ കോപ്പി കൂടി ഇതിൻ്റെ കൂടെ വെച്ച് അയക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ 50 രൂപയും OBC 50 രൂപ, SC ST അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഒക്കെ ഉള്ളവർക്ക് ഫീസില്ല. SC STക്കൊന്നും ഫീസില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാത്രമാണ് അപേക്ഷ ഫില്ല് ചെയ്യാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇതിന് നിങ്ങൾ ഫീസ് അടക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് മാറിപ്പോകണ്ട. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ നമ്മൾ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്നൊരു വീഡിയോ ഇതിൻ്റെ ചെയ്യുന്നത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കേണ്ട. ക്വാളിഫിക്കേഷൻ സെക്ഷനിലേക്ക് പോയാൽ കുക്കിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ പ്രൊഫഷൻസി ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ വക തന്നെ അവർ തന്നെ വെക്കുന്ന ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും, അത് ക്വാളിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യണം, മെഡിക്കലും ഫിസിക്കലൊക്കെ ഉണ്ട്, അതൊക്കെ ക്വാളിഫൈ ചെയ്യണം കുക്കിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാസന് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രിക്സ് മാസൺ ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ ദി വൊക്കേഷണൽ ട്രേഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു ITIയോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള യോഗ്യതയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ മറ്റുള്ള യോഗ്യതകൾ ഇവിടെ പറയുന്നുണ്ട്, അതുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പറയുന്നത് ബ്ലാക്ക് സ്മിത്ത് ആണ്, 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ബ്ലാക്ക് സ്മിത്ത് പറയുന്നുണ്ട്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ള യോഗ്യത ഇവിടെ പറയുന്നുണ്ട്, അതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെസ്സ് അതുപോലെ തന്നെ കുക്കിനൊക്കെ അപേക്ഷിക്കാൻ മെസ് വെയിറ്റർ ആണ്, ഇതിനൊക്കെ അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം മതി. അപ്പോൾ ഇവിടെ 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരൊരു ട്രേഡ് ടെസ്റ്റ് വെക്കും, പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ഫിസിക്കൽ മെഡിക്കൽ ഇതൊക്കെ നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫിസിക്കലിൽ വരുന്നത് ഏകദേശം 1600 മീറ്റർ ഓട്ടം 10 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൽ വരുന്നത്. ഓൺലി പാസിങ് ദി ടെസ്റ്റ് ഈസ് മാൻഡേറ്ററി. ഇവിടെ മാർക്കും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇതൊന്നും ക്വാളിഫൈ ചെയ്യണം, ടെസ്റ്റ് പാസ്സാണെന്നാണ് പറയുന്നത്. പിന്നെ കേരളത്തിലുള്ളവർ അപേക്ഷിക്കുന്ന സമയത്ത് 157 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. 75 സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ തന്നെ 50 കിലോഗ്രാമെങ്കിലും ഭാരം വേണം. ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാക്സിമം ഇത് യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫീസ് അടയ്ക്കേണ്ട, 50 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ട. SC ST അടയ്ക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഫീസ് അടയ്ക്കേണ്ട പോർട്ടലാണിത്. അപ്പോൾ ഈ ഒരു പോർട്ടൽ ഞാൻ ജസ്റ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കേണ്ടതാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു URL കോപ്പി ചെയ്തിട്ട് ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇൻ്റർഫേസിലാണ് നിങ്ങൾ ഫീസ് അടക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ റെസീറ്റ്, നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം അതിൻ്റെ റെസീറ്റ് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ എടുത്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷേൻ്റെ കൂടെ വെച്ച് അയക്കണം. അപ്പോൾ ഇത് കുറച്ച് പേര് ഇതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്തത്. മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കേണ്ട. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഓഫ്ലൈനാണ്, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവർ സെലക്ട് ചെയ്ത ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അവർ അഡ്മിറ്റ് കാർഡ് അയക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫീസ് ഉണ്ട്, 50 രൂപ ഫീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കോപ്പി എടുക്കുന്ന ചിലവ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അപേക്ഷ സമർപ്പിക്കുക. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.